പാൽവില എങ്ങനെ കർഷകന് കുറച്ച് കൊടുക്കാമെന്ന് ശാസ്ത്രീയമായി തയ്യാറാക്കുന്ന ഒരു ചാർട്ടാണ് നിലവിലെ പാൽവില ചാർട്ട്. കർഷകർക്ക് കൃത്യമായ വില വാങ്ങിച്ചു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ കർഷകരെ രക്ഷപ്പെടുത്തണമെന്നൊന്നും താല്പര്യമില്ലായിരിക്കും അല്ലേ? 100% അങ്ങനെ ഒരു താല്പര്യം ബോർഡ് മെമ്പർമാർക്ക് ഇല്ല. രാവിലെ പശുവിനുള്ള തീറ്റയൊക്കെയാണല്ലേ? രാവിലെ ഇച്ചിരി പുല്ല് കൊടുത്തേക്കാം. പുല്ല് കൃഷിയുണ്ടല്ലേ? തീറ്റപ്പുൽ കൃഷിയുണ്ട്. കൃഷി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 10-12 ഇനം പുല്ല് ഉണ്ട്. 12 ഇനം ഉണ്ട്. എന്നായാലും ക്ഷീരകർഷകരൊക്കെ രക്ഷപ്പെടാൻ പോവാണല്ലോ. ക്ഷീരകർഷകർ രക്ഷപ്പെടാൻ പോവുകയാണെന്ന് ചോദിച്ചാൽ സർക്കാരും മിൽമയും നല്ല രീതിയിലുള്ള ഒരു പോക്കാണ് എങ്കിൽ മാത്രമേ ക്ഷീരകർഷകർ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ ഈ 4 രൂപ വില കൂട്ടി ഇപ്പം നിങ്ങൾക്ക് രക്ഷയില്ലേ? 4 രൂപ വില കൂട്ടിയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കർഷകൻ ആ വില കിട്ടണം, അല്ലെങ്കിൽ കർഷകൻ ഉൽപ്പാദന ചെലവിന് അനുസരിച്ചുള്ള വില കൊടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നതെങ്കിൽ കർഷകനത് വളരെയധികം ഗുണകരമാകും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതിന് നമുക്ക് കുറച്ച് ഇരുന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് കണക്കുകളുടെ ഒരു കളിയാണ്. കാരണം ഈ പാൽവില ചാർട്ട് എന്ന് പറയുന്നത് കർഷകൻ പശുവിനെ കറന്ന് സംഘങ്ങളിൽ കൊടുത്ത് പൈസ വാങ്ങിക്കുന്നവിടം വരെയുള്ള എല്ലാ പ്രോസസ്സിങ്ങും ഈ പാൽവില ചാർട്ടിൽ പെടുന്ന കേസാണ്. പാൽവില ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പാൽവില ചാർട്ട് എന്ന് പറയുന്നത് പാലിന് കർഷകന് ന്യായമായ വില കിട്ടാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായി തയ്യാറാക്കുന്ന കണക്കുകളിൽ പെടുന്ന ഒരു സംഭവമാണ് പാൽവില ചാർട്ട് എന്ന് പറയുന്നത്. അതായത് മിൽമ അനുവർത്തിക്കുന്ന ഒരു സമ്പ്രദായം അല്ലേ? അതെ. പാലിൻ്റെ കൊഴുപ്പിനനുസരിച്ച് കർഷകന് വില കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ പാലിൻ്റെ കൊഴുപ്പും SNF-നെ ബേസ് ചെയ്ത് കർഷകന് ന്യായമായി വില കിട്ടണം, ശാസ്ത്രീയമായി വില കർഷകന് കൂടുതലായി കിട്ടണം എന്നുദ്ദേശിച്ച് തയ്യാറാക്കേണ്ട ഒരു സംവിധാനമാണ് പാൽവില ചാർട്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ പാൽവില ചാർട്ട് എന്ന് പറയുന്നത്, ഞാൻ പറയുമ്പോഴതൊരു കുറ്റമായിട്ട് തോന്നിയിട്ട് കാര്യമില്ല, പാൽവില എങ്ങനെ കർഷകന് കുറച്ച് കൊടുക്കാമെന്ന് ശാസ്ത്രീയമായി തയ്യാറാക്കുന്ന ഒരു ചാർട്ടാണ് നിലവിലെ പാൽവില ചാർട്ട് എന്ന് പറയുന്നത്. ഈ പാൽവില ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ക്ഷീരവകുപ്പാണോ അല്ലെങ്കിൽ മിൽമയാണോ നിലവിലെ ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2012 തോന്നുന്നു ഒരു കോടതി വിധിയോട് അനുബന്ധിച്ച് പാൽവില നിർണ്ണയിക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കർഷകർക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കോടതി വിധി വന്നിരുന്നു. ഈ കോടതി വിധി വന്നതിന് ശേഷം പിന്നീട് അത്രയും കാലം പാൽവില നിർണ്ണയിച്ചിരുന്നത്, അല്ലെങ്കിൽ പാൽവില ചാർട്ട് തയ്യാറാക്കിയിരുന്ന ക്ഷീരവികസന വകുപ്പും കൂടെ കൂടിയുള്ള ഒരു അല്ലെങ്കിൽ ക്ഷീരവികസന വകുപ്പ് തയ്യാറാക്കി മിൽമയ്ക്ക് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലായിരുന്നു. അത് മിൽമയുടെ പ്രതിനിധികളോട് കൂടി. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം മിൽമയുടെ ഉദ്യോഗസ്ഥരായിരുന്നു ഇപ്പോൾ നിലവിൽ പാൽവില ചാർട്ട് തയ്യാറാക്കുന്നു. അതിനകത്ത് സർക്കാർ പ്രതിനിധിയും പേരിനുണ്ട്. എങ്കിലും മിൽമയുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അത് തയ്യാറാക്കുന്നതെന്നാണ് ക്ഷീരവികസന വകുപ്പ് പറയുന്നത്. അപ്പം കർഷകരുടെ പ്രതിനിധികളായിട്ട് അതിനകത്തില്ലേ ആരും? കർഷകരുടെ പ്രതിനിധികളായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് രസകരമായിട്ടൊരു കാര്യം പറയാനുണ്ട്. കർഷകരുടെ പ്രതിനിധികൾ മിൽമയുടെ ബോർഡ് മെമ്പർമാരാണ്. ഈ പറയുന്ന ബോർഡ് മെമ്പർമാർക്ക് പാൽവില ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ടോ ഫാറ്റോ SNF ഇതിനായിട്ട് ബന്ധപ്പെട്ടോ യാതൊരു അറിവും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതായത് പശു വളർത്തുന്നവരായിരിക്കില്ല. പശു വളർത്തുന്നവരാണേലും ആണോ അല്ലയോ നമ്മൾ കുറ്റം പറയുന്നതിനും അപ്പുറത്ത് പശു വളർത്തുന്നുണ്ടായിരിക്കാം, പക്ഷേ സാധാരണ കർഷകന് ആയിരിക്കാം. അപ്പം ഈ കർഷകന് വില കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർക്ക് ബാധകമല്ല. അവർക്ക് ആ സ്ഥാനമാനങ്ങൾ മാത്രമാണ് അവരുടെ ലക്ഷ്യം. കർഷകർക്ക് കൃത്യമായ വില വാങ്ങിച്ചു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ കർഷകരെ രക്ഷപ്പെടുത്തണമെന്നൊന്നും താല്പര്യമില്ലായിരിക്കും അല്ലേ? 100% അങ്ങനെ ഒരു താല്പര്യം ബോർഡ് മെമ്പർമാർക്ക് ഇല്ല എന്നുള്ള ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ക്ഷീരസംഘത്തിൻ്റെ കർഷകർ ഓരോ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്ത് അവരുടെ പ്രതിനിധിയായിട്ട് ബോർഡിൽ വരുന്ന ആൾക്കാർക്ക് പാലിൻ്റെ ഫാറ്റ് എന്തിനെ ബേസ് ചെയ്താണ് പാലിന് വിലയിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാലിൽ എത്രമാത്രം പാലാണ് ടെസ്റ്റിനെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ലാത്ത ചെയർമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് നമ്മളുടെ ഭരണ സംവിധാനം തിരിക്കുന്നത്. അപ്പോൾ എത്ര കണ്ട് പാൽവില ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പറയാൻ പറ്റുമെന്ന് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. പുതിയ മന്ത്രിയൊക്കെ വന്നിരിക്കുകയാണ്.
നമ്മുടെ ക്ഷീര വികസന വകുപ്പിന്. അപ്പം അവർ കണ്ട ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പാക്കാം എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് നിലവിൽ ബിന്ദു കൃഷ്ണ മാഡം ആണ് നമ്മുടെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി എന്നറിയുന്നു. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മറ്റു കാര്യങ്ങളിലെ സംസാരത്തിൽ കൂടിയൊക്കെ മനസ്സിലാകുന്നു. കൂടാതെ വനിതാ ശിശുക്ഷേമം എന്ന വകുപ്പൂടെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലും ക്ഷീരമേഖലയിൽ 1-2 പശുക്കളെ വളർത്തുന്നത് കൂടുതലായിട്ടും വനിതകളാണ് എന്നുള്ളതും മാഡം തിരിച്ചറിഞ്ഞാൽ ഈ കാര്യത്തിന് വളരെയധികം പ്രോഗ്രസീവായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന ഒരു വിശ്വാസം ഉണ്ട് എനിക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പശുവിനെ കൊണ്ടുപോയി കെട്ടി ഒരു ധീരമായ സമരം നടത്തി വിജയിപ്പിച്ച ആളാണ്. അപ്പം അതെന്തായിരുന്നു ആ സമരം? അതും ഇതുപോലെ തന്നെയായിരുന്നു. നമ്മൾ കർഷകന് യഥാർത്ഥമായിട്ടുള്ള വില കിട്ടി, പിടിച്ചു നിൽക്കാനുള്ള വില കിട്ടുകയും അതുപോലെ തന്നെ കർഷകന് മായം ചേർക്കാത്ത പാല് സംഘങ്ങളിൽ അളക്കുമ്പോൾ ഒരു കാരണവശാലും അവന് അവഹേളിതനാകാതെ പാൽവില ചാർട്ടിൻ്റെ ഈ പറയുന്ന കണക്കിലെ കളി വെച്ച് പാലിന് വിലയില്ലാത്ത രീതിയിൽ കർഷകനെ സംഘത്തിലെ ഭരണസമിതിയായിട്ട് എന്തെങ്കിലും ചെറിയ വിധത്തിലുള്ള തർക്കങ്ങളുള്ള ഒരു കർഷകനാണെങ്കിൽ അവൻ്റെ പാല് വരെ എടുക്കത്തില്ലാത്ത രീതിയിലുള്ള ചാർട്ടാണ് നിലവിലുള്ളത്. അത് അശാസ്ത്രീയമായി തയ്യാറാക്കിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സംവിധാനം വന്നത്. അപ്പം ആ ഒരു സംവിധാനം എനിക്കും ഒരു കാലത്ത് നേരിടേണ്ടി വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരികയും ഇതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് പഠിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ ഈ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷീരവികസന വകുപ്പിലെ ഊർജ്ജസ്വലരായ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വെറ്ററിനറി സർവകലാശാലയുടെ പ്രഗത്ഭരായ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉൾപ്പെടുന്ന ആൾക്കാരിൽ കൂടി പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അതിനെ സംബന്ധിച്ച് അവിടെ വന്നിരിക്കുന്ന കുഴപ്പങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ സമരത്തിന് ഇറങ്ങി പുറപ്പെടുകയും ആ സമരം ചെയ്തതിന് ശേഷം ഞാൻ 20 ദിവസം സമരം ചെയ്തതിന് ശേഷം തിരിച്ച് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ബി അശോക് അന്ന് ഒരു ആർട്ടിക്കിൾ മനോരമയിൽ കൊടുക്കുകയുണ്ടായി. അതിൻ്റെ കോപ്പി ഞാൻ തരാം. അപ്പം അന്ന് സാറ് അവിടെ പറഞ്ഞിരിക്കുന്നത് നിലവിൽ പാൽ വില വർദ്ധിപ്പിക്കാതെ തന്നെ ഏകദേശം നിലവിൽ കൊടുക്കുന്ന വിലയുടെ 40% വില കൂടി മിൽമ ആഗ്രഹിച്ച് കൊടുക്കുകയാണെങ്കിൽ കർഷകർക്ക് കൊടുക്കാം. അത് പല കാര്യങ്ങളിലാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, പശുവിൻ്റെ പാല് കറന്ന സംഘത്തിൽ എത്തിക്കുമ്പോൾ തുടങ്ങി കർഷകൻ്റെ കയ്യിൽ കാശ് കിട്ടുന്ന ആ സമയം വരെയുള്ള പ്രോസസ്സിങ് മുഴുവൻ പാൽവില ചാർട്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. നമുക്ക് ആ പാൽവില ചാർട്ട് ഒന്ന് കാണാം. ഓക്കെ, അതാണ് ജീവൻ ഉണ്ടാക്കിയിരിക്കുന്ന ചാർട്ട് അല്ലേ? അതെ അതെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ചുരുക്കത്തിലൊന്ന് പറയാമോ? ഇതിനെക്കുറിച്ച് ഞാൻ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം നിലവിൽ കടന്നുപോയ സർക്കാർ അന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ മിൽമ സർക്കാരിനോട് പറഞ്ഞിരുന്നത്, മിൽമയാണ് ചാർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അവർ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 83% വിലയും കർഷകന് കൊടുക്കുന്നുണ്ട് എന്നാണ്. പൊതുവിപണിയുടെ 83% കർഷകന് കൊടുക്കുന്നുണ്ട് എന്നുള്ള പൊള്ളയായിട്ടുള്ള കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് ഒരു മറുപടിയായിട്ടാണ് ഞാൻ ഈ പാൽവില ചാർട്ട്. നിലവിലുള്ള പാൽവില ചാർട്ടിലൂടെ കർഷകരെ മിൽമ എങ്ങനെ വഞ്ചിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.